നേതാക്കന്മാരും പ്രധാനമന്ത്രിമാരും ധാരാളം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ സംഖ്യയാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. ഇതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പരിസരം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും, അത് എത്ര കൊച്ചു കുഞ്ഞാണെങ്കിലും, ഈ പ്രേമചന്ദ്രൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ 1% പോലും അവർക്ക് ബോധ്യപ്പെടില്ല. എന്തുകൊണ്ട്? എന്താണ് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സമീപകാലത്തായിട്ട് അത് എങ്ങനെയാണ് കരുത്താർജിച്ചത്? നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടുകളും നടത്തുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരാളായിട്ടാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഭാരതരത്ന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കർപ്പൂരി താക്കൂറിന് കൊടുക്കുന്നത് എന്തിനാ? അത് നിതീഷ് കുമാറിനെ കുപ്പിയിലാക്കാനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. ചരൺ സിംഗിന് പുരസ്കാരം നൽകുന്നത് എന്തിനാ? കൊച്ചുമകന് ഉപയോഗിച്ചുകൊണ്ട് RLDയെ കൂടെ നിർത്താൻ വേണ്ടിയല്ലേ. ഇങ്ങനെ സാമാന്യഗതിയിൽ ഒരാളും ആലോചിക്കാത്ത തിരക്ക് എല്ലാ സ്ഥാപനങ്ങളെയും, ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇതുപോലെ നിർലജ്ജമായി രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ച പ്രധാനമന്ത്രി പറയാറുള്ളത് EDയെ, അതുപോലെ തന്നെ CBIയെ, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ, അങ്ങനെ നമ്മുടെ രാജ്യത്ത് എല്ലാ ചെറിയ പ്രതിപക്ഷ പാർട്ടികളെയും സാമധാന ഭേദ ദണ്ഡമുറകൾ ഏതെങ്കിലും ഒന്നല്ല. ഇപ്പോൾ അവസാനത്തെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സാമാണെന്ന് മാത്രമേ ഉള്ളൂ. സാമധാന ഭേദ ദണ്ഡമുറകൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി. ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ആരെ വിളിച്ചിരിക്കുന്നത്? TDP, BJD, അതുപോലെ BSP. എന്താ അവരുടെ യോഗ്യത ഇന്ത്യയിൽ അറിയാത്തതാണോ? ഇവിടെ BJPയുടെ ഭാഗമായി നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്ന പാർട്ടികളല്ലേ ഈ പാർട്ടികൾ. അതിൻ്റെ കൂടെ എങ്ങനെയാണ് പ്രേമേന്ദ്രൻ RSP വരുന്നത്? അത് ആലോചിക്കാനാവില്ല ആർക്കും. അപ്പോൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ബാന്ധവം ആരംഭിക്കുന്നതിൻ്റെ ആദ്യപടി എന്താ? വിരുന്നുകളാണ് ഇത് ആരംഭിക്കുന്നത്. ഇവിടെ വളരെ ബോധപൂർവമാണ് ഇന്ത്യൻ രാഷ്ട്രീയ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മുടെ ക്രിസ്തീയ ആളുകളുമായിട്ടുള്ള ബന്ധം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആർക്കും അറിയാത്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ ഡൽഹിയിൽ ദേവാലയങ്ങൾ പോയെന്തിനാ? ക്രിസ്ത്യാനികളുള്ള സ്നേഹം കൊണ്ടല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് BJP എല്ലാവരെയും തങ്ങളുടെ പരിധിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് പാർലമെന്റിന്റെ ലാസ്റ്റ് സമ്മേളനത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രി 8 MPമാരെ വിളിക്കുന്നത് വളരെ യാദൃച്ഛികമായിട്ട് ആണ് എന്ന് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? അദ്ദേഹത്തിന് മകന്റെയോ മകളുടെയോ കല്യാണം ക്ഷണിക്കുന്നു, നമുക്ക് മനസ്സിലാവും. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാർഗരേഖ വെച്ചുകൊണ്ട് ആളുകൾ ക്ഷണിക്കുന്നു, മനസ്സിലാവും. എന്നാൽ ഇവിടെ വേലിപ്പുറത്ത് കേൾക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാരെ പ്രത്യേകമായി വിളിച്ചിട്ട് അവരുമായിട്ട് 3/4 മണിക്കൂർ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ മെച്ചപ്പെട്ട മറ്റൊരു അനുഭവമില്ല, ഇത് എന്നെ പുളകിതനാക്കിയിരിക്കുന്നു, രോമാഞ്ചകഞ്ചുകിതനാക്കിയിരിക്കുന്നു എന്നെല്ലാം പ്രേമേന്ദ്രനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ മുന്നണിയിലേക്ക് പോകുമ്പോൾ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കും പോയിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ. മെല്ലെ മെല്ലെ അടുത്തടുത്ത് ഒരു ദിവസം രാവിലെ പോവുകയാണ്. ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ പാർലമെന്ററി അനുഭവം എന്താ? അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യവും BJP ഗവൺമെന്റിനെ അലോസരപ്പെടുത്തിയിട്ടില്ല, നരേന്ദ്രമോദിയെ അലോസരപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ ചോദ്യത്തിലും സംഭാഷണത്തിലും അലോസരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് കേരളത്തിലെ LDFനെയാണ്. അക്കാര്യത്തിൽ 1ാം സ്ഥാനം പ്രേമേന്ദ്രൻ തന്നെയാണ്. ആർക്കറിയായിരിക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റിനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട MP പ്രേമേന്ദ്രനല്ലേ? Debate with MV Nikesh Kumar.